നമ്മുടെ ഈ യുദ്ധങ്ങളും പ്രശ്നങ്ങളും ലോകവുമായി ബന്ധപ്പെട്ട എന്ത് കാര്യങ്ങൾ നടക്കുമ്പോഴും ഇടതുപക്ഷമാണ് ഏറ്റവും കൂടുതൽ പ്രതിഷേധവും അതിനെതിരെ സമരങ്ങളുമായിട്ട് രംഗത്ത് വരാം. അന്ന് ഈ വലതുപക്ഷ മാധ്യമങ്ങളും വലതുപക്ഷ രാഷ്ട്രീയവും പൊതുജനങ്ങളുടെ മുമ്പിൽ നമ്മളെ അവഹേളിക്കുകയും കളിയാക്കുകയും ചെയ്യാം. ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ യുദ്ധം കുടുംബിനി കൊണ്ട് വരുന്ന ഒരു സാഹചര്യത്തിൽ നമ്മളുടെ അടുക്കളയുമായി ബന്ധപ്പെട്ട് ഒരു കുടുംബിനി എന്നുള്ള രീതിയിലും പൊതുസമൂഹമായിട്ടും എന്താണ് അത് ബന്ധപ്പെട്ടൊരു അഭിപ്രായം എന്താണ് എന്നുള്ളതെന്ന് പറയാം. യുദ്ധം എന്നും ദുരന്തങ്ങൾ തന്നെയാണ്. യുദ്ധം ആരെയും നല്ല രൂപത്തിലേക്ക്, ഒരു രാജ്യത്തെയും നല്ല രൂപത്തിലേക്ക് നയിച്ചിട്ടില്ല. ആരുടെയെങ്കിലും അധിനിവേശങ്ങളൊക്കെ മറ്റാരുടെയെങ്കിലും മേലെ അടിച്ചേൽപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും ഏറ്റെടുക്കുന്നതിനും വേണ്ടിയിട്ടും നടത്തുന്നതാണ് യുദ്ധം. യുദ്ധത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പം എവിടെയെല്ലാം യുദ്ധം നടന്നിട്ടുണ്ടോ ആ യുദ്ധങ്ങൾക്കെല്ലാം എതിരായിട്ട് എപ്പോഴും പ്രതികരിച്ച് ഞാൻ കേട്ടിട്ടുള്ളത് ഇടതുപക്ഷമാണ്. ഒരു യുദ്ധം നടക്കുന്നില്ലെങ്കിലും ഇടതുപക്ഷക്കാര് സംസാരിക്കുമ്പോഴൊക്കെ യുദ്ധത്തെക്കുറിച്ചും യുദ്ധത്തിന്റെ കെടുതികളെ കുറിച്ചും ഒക്കെ പറയാറുണ്ട്. അപ്പൊ മറ്റുള്ള വലതുപക്ഷത്തിന്റെ ആളുകൾ പറയാറ്, ഇവിടെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാതെ ലോകരാജ്യങ്ങളിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് എന്തിനാണ് ഇവരിങ്ങനെ അരമണിക്കൂർ 3/4 മണിക്കൂർ ഒരു പ്രസംഗത്തിന്റെ ആദ്യം പറഞ്ഞ് സമയം കളയുന്നത് എന്നാണ് ചോദിക്കാറുള്ളത്. പക്ഷേ ദീർഘവീക്ഷണമുള്ള ചരിത്രത്തിന് മുന്നേ നടക്കുന്ന ആളുകൾ എന്നുള്ള നിലയിൽ ഇടതുപക്ഷക്കാരെ എപ്പോഴും ഈ നാട്ടിൽ സംഭവിക്കാൻ സാധ്യതയുള്ള ആളുകളെ കാര്യങ്ങളെ മുൻകൂട്ടി കാണുകയും ആ കാര്യങ്ങളോട് പ്രതികരിക്കുകയും അതിനെതിരെ നമ്മൾ എങ്ങനെ പ്രതികരിക്കണം, ചെറുത്തുനിൽപ്പ് സംഘടിപ്പിക്കണം, അത് എങ്ങനെ ഒഴിവാക്കാൻ കഴിയും എന്നതിനെ കുറിച്ചാണ് ഇടതുപക്ഷം സംസാരിച്ചിട്ടുള്ളത്. അപ്പോഴൊക്കെ ഇപ്പൊ ഈ പ്രതിപക്ഷത്തിന്റെ ഭാഗമായിട്ട് ഈ അടുത്ത കാലത്തൊക്കെ ഇപ്പൊ യുദ്ധം കെടുതിയാണ്, യുദ്ധം ജനങ്ങളെ ബാധിക്കും എന്നുള്ള തിരിച്ചറിവിലേക്ക് വലതുപക്ഷക്കാരും എത്തിച്ചേർന്നത് വളരെ ശ്ലാഘനീയമാണ്. കാരണം അവർക്കൊക്കെ കാര്യങ്ങൾ അനുഭവവേദ്യമാകുമ്പോൾ, സ്വന്തം കാരണത്ത് അടി കിട്ടുമ്പോൾ മാത്രമേ വേദന അനുഭവപ്പെടുകയുള്ളൂ. സ്വന്തം കാരണത്തല്ല മറ്റുള്ളവർക്കാണ് വേദന ഉണ്ടാവുന്നതെങ്കിൽ അല്ലെങ്കിൽ വരാൻ പോകുന്നതെങ്കിൽ അതിനെക്കുറിച്ച് അവർ ചിന്തിക്കാറില്ല. എന്നാൽ കുറച്ചും കൂടെ ലോകവീക്ഷണമുള്ള ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ഇടതുപക്ഷം ലോകത്തിന്റെ ഏത് കോണിലും മാനവരാശി അവഹേളിക്കപ്പെടുന്നുവോ ദുരിതം അനുഭവിക്കപ്പെടുന്നുവോ അതിനെതിരെ എല്ലായ്പ്പോഴും പ്രതികരിക്കുകയും കാഴ്ചപ്പാടോടുകൂടി കാര്യങ്ങൾ പഠിക്കുകയും ചെയ്യുന്നതാണ്. ഈ യുദ്ധം എന്ന് പറയുന്നത് ഒരു കുടുംബിനി എന്നുള്ള നിലയിൽ ഞാൻ പരിശോധിക്കുമ്പോൾ എല്ലാ സാധനങ്ങളുടെയും വില വർദ്ധിക്കുന്നു. വില വർദ്ധിക്കുന്നതിനിടയായ സാഹചര്യം ക്രൂഡ് ഓയിലിന്റെയും പെട്രോളിയത്തിന്റെയും പാചകവാതകത്തിന്റെയും ഒക്കെ വില വർദ്ധിക്കുന്നതാണ്. നമ്മളെ സംബന്ധിച്ച് പണ്ടൊക്കെ ഞങ്ങളൊക്കെ ഈ ഗ്രാമപ്രദേശങ്ങളിൽ ജീവിക്കുമ്പോൾ വിറകടുപ്പുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ജീവിതമാർഗം തേടി ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് നിരവധി ആളുകൾ ടൗണുകളിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് ഈ ഗ്യാസിനെ മാത്രം ആശ്രയിച്ചാണ് ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ ഈ ഭക്ഷണം ഉണ്ടാക്കുന്നതിന് ആവശ്യമായ ഗ്യാസ് ലഭ്യമല്ലാതെ വരുന്ന സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കാൻ പോകുന്നതും അതിന്റെ ഫലമായി ഉണ്ടാകുന്ന വിലക്കയറ്റം കൊണ്ട് ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കാൻ പോകുന്നതും സ്ത്രീകളാണ്. കാരണം നമുക്കറിയാവുന്ന പോലെ പഴയ കാലങ്ങളിൽ അച്ഛനും അമ്മയ്ക്കും ഭർത്താവിനും കുട്ടികൾക്കും ഒക്കെ വിളമ്പി കൊടുത്തതിന് ശേഷം ബാക്കി ഉണ്ടെങ്കിലാണ് സ്ത്രീകൾ കഴിക്കുക. കാരണം വിലക്കയറ്റം കൊണ്ട് കുറച്ച് സാധനങ്ങൾ മാത്രമേ അവർക്ക് വാങ്ങാൻ കഴിയുണ്ടായിരുന്നു. ഇപ്പോഴും വരുമാനം കൂടിയ സാഹചര്യത്തിൽ സാധനങ്ങളൊക്കെ വാങ്ങാൻ നമുക്ക് കഴിയുന്ന ഒരു സ്ഥിതിയിലേക്ക് നമ്മൾ എത്തിയപ്പോൾ യുദ്ധം വന്നതിന്റെ ഫലമായിട്ട് നമ്മുടെ വരുമാനം നമ്മുടെ നിത്യനിദാന ചെലവുകൾക്ക് ഉതകുന്ന തരത്തിനേക്കാളും വളരെ കുറഞ്ഞു പോകുന്നു. അതുപോലെ തന്നെ ഡീസലിന്റെ വില വർദ്ധിക്കുന്നതിന്റെ ഭാഗമായിട്ട് സാധനങ്ങളെല്ലാം ഒരു കൺസ്യൂമർ സ്റ്റേറ്റ് എന്നുള്ള നിലയിൽ കേരളത്തിലേക്ക് വരുമ്പോഴത്തേക്ക് എല്ലാത്തിന്റെയും വില കൂടും. എന്ത് വന്നാലും സാധാരണക്കാരായ ആളുകളെ വളരെ മോശമായി തന്നെ യുദ്ധം ബാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ അമേരിക്ക പോലുള്ള ലോകരാഷ്ട്രങ്ങൾ, ഇസ്രായേല് ആദ്യം പാലസ്തീനെ ആക്രമിച്ച് തരിപ്പണമാക്കിയോളൂ. അപ്പോൾ ഇവിടെ ഇടതുപക്ഷക്കാർ ആ വിഷയം സംസാരിച്ചപ്പോൾ അതിനോട് എത്രത്തോളമാണ് അവർ പ്രതികരിച്ചിട്ടുള്ളത്, കൂടെ നിന്നിട്ടുള്ളതെന്ന് അറിയാലോ. അപ്പൊ ഇപ്പം എന്തായാലും യുദ്ധത്തിനെതിരെ എല്ലാവരും ഒരുമിച്ച് നിൽക്കുകയും അതിനെതിരെ പ്രതിഷേധിക്കുകയും ചെയ്യുന്ന കാഴ്ച എന്തായാലും നല്ലതാണ്. എന്തായാലും ഇനിയൊരു യുദ്ധം ഉണ്ടാകാതിരിക്കട്ടെ, മറ്റു രാജ്യങ്ങളുടെ മേൽ, അവിടെയുള്ള സഹജീവികളുടെ മേൽ ആക്രമണങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ. ഇപ്പൊ യുദ്ധം നടക്കുന്നതിന്റെ ഫലമായിട്ട് ഗൾഫ് രാജ്യങ്ങളിലും കേരളത്തെയും ഇന്ത്യയെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ പിന്നെ ഒരു കാര്യം കൂടെ ഇവിടെയുണ്ട്. കേരളത്തില് ആളുകൾക്ക്, കുട്ടികൾക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ആയതുകൊണ്ടാണ് ഇവിടുന്ന് വിദ്യാഭ്യാസം നേടുന്ന കുട്ടികളൊക്കെ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നത്. ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളെല്ലാം എടുത്ത് പരിശോധിക്കുമ്പം 15ാമത്തെ സ്ഥാനമാണ് കേരളത്തിനുള്ളത്. മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ഇഷ്ടംപോലെ കുട്ടികൾ പോകുന്നു. അങ്ങനെ ആ എണ്ണം എടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് 15ാമത്തെ സ്ഥാനം. അങ്ങനെ വരുമ്പോഴും കേരളത്തിൽ നിന്ന് ഇത്രയും കുട്ടികളുണ്ടെങ്കിൽ മറ്റു സംസ്ഥാനത്തേക്ക് എന്തോരം കുട്ടികളും ആളുകളും ഒക്കെ ആയിരിക്കും വിദേശ രാജ്യങ്ങളിൽ ഉണ്ടാവുക. അവർക്കൊന്ന് വീട്ടിലേക്ക് എത്താനോ, ഫ്ലൈറ്റ് ടിക്കറ്റ് ആണെങ്കിൽ നേരെ ഇരട്ടിയായി, അതും സമയം നോക്കി നിൽക്കേണ്ട കാലമായി. ഇത്തരത്തില് യുദ്ധം എന്ന് പറയുന്നത് ഒരു അമ്മ എന്നുള്ള നിലയിൽ, വിദേശ രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന കുട്ടികളുള്ള മാതാപിതാക്കൾ എന്നുള്ള നിലയിൽ ഒക്കെ വളരെയധികം ദുരന്തം വിതയ്ക്കുന്നതാണ്. അത് മനുഷ്യന്റെ ജീവിതത്തെ തന്നെ ബാധിക്കുന്നതാണ് എന്നാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്റെ അഭിപ്രായം. എന്റെ മകള്
എറണാകുളത്ത് BA ഹിസ്റ്ററിക്ക് പഠിക്കുകയാണ്. ആ അവൾ ഹോസ്റ്റലിലാണ്. ആ അവൾ ഇന്നലെ വിളിച്ചു. ഫുഡ് കിട്ടാനില്ല. ശനിയും ഞായറും ഫുഡ് ഉണ്ടാവില്ല, ആ ഫുഡ് ഉണ്ടാവില്ല, പുറത്ത് പോയി പൈസ കഴിക്കാൻ അയച്ചു തരണം. മാർഗമില്ല. പുറത്ത് കൊച്ചിയിലെ ഹോട്ടലില്ല, 70% ഹോട്ടൽ പൂട്ടിയെന്നാണ് ഹോട്ടലില്ല, വാർത്ത പാഴ്സൽ പറയുന്നത്. സ്ഥലത്തു നിന്നാണ് കിട്ടാൻ സാധ്യത. ആ അപ്പൊ അതിന് പൈസ ഇട്ട് തരണം. ഉം, മാത്രവുമല്ല, നിലവിലുള്ള ഗ്യാസ്, ഉം, അതായത് തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റിയുടെ ഹോസ്റ്റലാണ്. അപ്പൊ അവിടെ നിലവിലുള്ള ഗ്യാസ് തീർന്നാൽ ഭക്ഷണം നിർത്തും എന്നാണ് ഉം, പറയുന്നത്. എക്സാം ആണ്, തിരിച്ചു പോരാൻ പറയാനും നിവൃത്തിയില്ല. നിവൃത്തിയില്ല. അപ്പൊ മോളെ ഞാൻ എന്നാ പറഞ്ഞു, വെള്ളിയാഴ്ച വന്ന ശരി. അപ്പൊ പറഞ്ഞു എക്സാം ആണ് വെച്ചാൽ, അപ്പൊ പോകുന്ന സമയം കൂടെ കൂടി ആ എന്തെങ്കിലും ഒന്ന് പഠിക്കാനുള്ള സമയം കൂടെ പോവാണ്. അല്ലെങ്കിൽ ശനിയാഴ്ച വന്നിട്ട്, വെള്ളിയാഴ്ച വന്നിട്ട് തിങ്കളാഴ്ച പോവാന്ന് വെക്കാം. കറക്റ്റ് എക്സാമിന് തിങ്കളാഴ്ച ജിയോ അവിടെ നിന്ന് പഠിക്കാൻ വേണമല്ലോ. അപ്പൊ അവള് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എങ്ങനെയെങ്കിലും ഞാൻ പിടിച്ചു നിൽക്കാൻ നോക്കുകയാണ്. പിടിച്ചു നിൽക്കാൻ അപ്പൊ നോക്കാം. ഉള്ള എക്സാം തുടങ്ങിയിട്ട് കുറച്ചാഴ്ചയായി, ആ കഴിഞ്ഞ ഇപ്പൊ ഒരാഴ്ച മുമ്പ് വന്നിട്ട് പോയതല്ലേ. ഉം, ഉം. അപ്പൊ അങ്ങനെ പോയാൽ നമുക്ക് ഇങ്ങനെയുള്ള ഫുഡൊന്നും കൊടുത്തു വിടാൻ പറ്റില്ലല്ലോ. ഒരു പറ്റില്ലല്ലോ. ദിവസം 2 ദിവസത്തേക്കുള്ള ഫുഡല്ലേ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊടുത്ത് വിടാൻ അപ്പൊ അത് പറ്റുള്ളൂ. പറഞ്ഞപ്പോഴാണ്, എന്റെ മകൻ ദുബായിലാണ് ജോലി ചെയ്യുന്നത്. ആ 22-ാം തീയതി കമ്പനി അവന് കൊടുത്ത ടിക്കറ്റ് ഓ ഉണ്ടായിരുന്നു. ആ 22-ാം തീയതി ദുബായ് എയർപോർട്ടിൽ നിന്ന് വരാൻ കഴിയില്ല എന്ന് പറഞ്ഞ വിമാനം ക്യാൻസൽ ചെയ്തു. ക്യാൻസൽ. അപ്പൊ എങ്ങനെയും വരണം എന്നുള്ള ആഗ്രഹം കൊണ്ട് അവന് ക്യാൻസൽ ചെയ്തതിന് പകരം അബുദാബിയിൽ നിന്ന് ഒരു ടിക്കറ്റ് എടുത്തിരിക്കുകയാണ്. ആ ആ ടിക്കറ്റിന് ദുബായിൽ നിന്ന് എടുത്ത ടിക്കറ്റിന്റെ 3 ഇരട്ടി പൈസയാണ് ആവുന്നത്. ഓ അപ്പൊ എങ്ങനെയാണെങ്കിലും ഇപ്പൊ നമ്മളും കാത്തിരിക്കുന്നു വരാൻ വേണ്ടിയിട്ട്. അവിടെ എവിടെയും റോഡിന്റെ കഷ്ണങ്ങൾ വീഴുന്നു. അതൊക്കെ നമ്മൾ പേഴ്സണൽ ആയിട്ട് അടയ്ക്കണോ പൈസ? ആ പൈസ പേഴ്സണലായിട്ട് അടയ്ക്കണം. മറ്റേത് കമ്പനി മറ്റത് കൊടുക്കും. കമ്പനി അതിനി എപ്പോഴെങ്കിലും തിരിച്ചു കിട്ടുമായിരിക്കും. പക്ഷെ ഇപ്പം വരണമെന്നുള്ള ആഗ്രഹം കൊണ്ട് ഇങ്ങനെ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള കുട്ടികളൊക്കെ മറ്റു രാജ്യങ്ങളിലൊക്കെ ജോലി തേടി പോയവരും ഒക്കെ അവരുടെ പാഷൻ കൊണ്ടായിരിക്കും അവർ അങ്ങോട്ടൊക്കെ പോയത് ഓ ഒരു പരിധി വരെ. എന്നാൽ പോലും അവര് വളരെ ഈ നാട്ടിലിരിക്കുന്ന അവര് പറയുന്നത് അവർക്ക് വലിയ പ്രശ്നമില്ലെന്ന് പറഞ്ഞാൽ ഓ പോലും, ഓ നാട്ടിലുള്ള മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം ചാനലുകൾ ഇങ്ങനെ പൊട്ടിച്ച് ഇഷ്ടംപോലെ ഈ ബോംബ് പൊട്ടുന്ന ഓ കാഴ്ചകൾ മാത്രം വലിയ വലിയ ഇതായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അതെ. അപ്പൊ അതെല്ലാം മാതാപിതാക്കൾക്കൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. എന്തായാലും ഒരു യുദ്ധം ഒന്നിനും പരിഹാരമല്ല. മാനവരാശിയെ തന്നെ തകർക്കുന്നതാണ്. മാനവ സ്നേഹമാണ് വേണ്ടത്. അല്ലാതെ മറ്റേതെങ്കിലും രാജ്യങ്ങളുടെ മേൽ അധിനിവേശം സ്ഥാപിച്ച് അവിടുത്തെ ഭരണാധികാരികളെ തൂക്കിക്കൊന്ന് അവിടെ യുദ്ധത്തിന് ആസ്പദമായ സാമഗ്രികൾ ഉണ്ടാക്കി വെച്ച് മറ്റു രാജ്യങ്ങളുടെ മേൽ ഇങ്ങനെ അധിനിവേശം സ്ഥാപിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടായത് ഈ UN അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് രാജ്യങ്ങളുടെ പതനം തന്നെയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതൊക്കെ കേരളത്തെ പോലുള്ള ഒരു സംസ്ഥാനത്ത് നമുക്കറിയാം, കോവിഡ് വന്നപ്പം കേരളത്തിലെ ഒരു LDF ഗവൺമെന്റ് ഉണ്ടായിരുന്ന കാരണം മനുഷ്യർക്ക് ഭക്ഷണം കൊടുത്തു, അതെ. കാട്ടുമൃഗങ്ങൾക്ക് ഭക്ഷണം കൊടുത്തു. അത് എല്ലാവരും സഹായിച്ച ഭക്ഷണം ഉണ്ടായിരുന്നതുകൊണ്ട് എങ്ങനെയെങ്കിലും എത്തിച്ചു കൊടുക്കാമായിരുന്നു. അല്ല, ഇപ്പൊ മാത്രമല്ല ഭക്ഷണം എത്തിച്ചു കൊടുക്കാൻ അന്ന് മാർഗ്ഗമില്ലാതെയാവുന്നു. വാഹനം ഓടാൻ നമുക്ക് ഇന്ധനത്തിനൊന്നും പ്രശ്നമില്ല. ഇതിപ്പോ ഇപ്പൊ ഇന്ധനങ്ങൾക്ക് വിഷയം ഇപ്പൊ വരുവാണല്ലോ. ഇങ്ങനെ ഭക്ഷണം പ്രശ്നം വന്നു ഉണ്ടാവാൻ കഴിഞ്ഞാൽ സാധ്യതയില്ല. ഇത് എത്തിച്ചു കൊടുക്കാൻ മാർഗ്ഗമില്ലാത്തതിലേക്ക് പോകുന്നു. അതുകൊണ്ട് എത്രയും വേഗം ഈ യുദ്ധം അവസാനിക്കണം എന്നുള്ളതാണ് എന്റെ, അല്ലെങ്കിൽ ഒരു കുടുംബിനി, അല്ലെങ്കിൽ സമൂഹത്തിൽ എന്റെ ഒപ്പം നടക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ എന്റെ ഒരു അഭിപ്രായം. ഏറ്റവും വേഗം ഈ കൊതിയന്മാര് യുദ്ധം അവസാനിപ്പിക്കട്ടെ അതെ. എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാനും അതുപോലെ തന്നെ അമേരിക്കയുടെ യുദ്ധക്കൊതി എത്രയും പെട്ടെന്ന് അവസാനിക്കട്ടെ എന്ന് അവസാനിക്കട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നു. ആഗ്രഹിക്കുന്നത്.